നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസം ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് നല്ല നാടൻ പുഴമീൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കെട്ടും പിന്നെ വിടത്തില്ല, അത് മേടിക്കും. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നല്ല ഒരു ചായ, സ്ട്രോങ് ഒരു ചായ ഇട്ട് കുടിച്ച്. നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെയിൽ അമ്മാതിരിയാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിറ്റമൊക്കെ തൂത്ത് അത് അപ്പം തന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞ്. ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ചപ്പായിരിക്കും. പിന്നെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ വെക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വൈകിട്ട് തൂത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് അതെല്ലാം അങ്ങ് കൈയോടങ്ങ് അരച്ച് വെക്കാമെന്ന് കരുതി. കാരണം വൈകിട്ട് അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങ് നേരത്തെ എല്ലാം അരച്ച് വെക്കാമെന്ന് കരുതി. നമ്മൾ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആണ് അരയ്ക്കുന്നത്. അപ്പം അത് രണ്ടും കൂടെ അരച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ അതെല്ലാം അരച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ വിളക്കൂടെല്ലാം തേച്ച് അങ്ങ് ഒരുക്കി വെക്കാമെന്ന് കരുതി. പിന്നെ സന്ധ്യയാകുമ്പോൾ അമ്മ അങ്ങ് വൈകിട്ട് വിളക്ക് കത്തിച്ചോളും. അങ്ങനെ ഞാൻ വിളക്കെല്ലാം കഴുകി വെച്ചപ്പോൾ ഒരാൾ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കൊണ്ടുവന്നെല്ലാം വെച്ചിട്ടുണ്ടേ. കുഞ്ഞൂസിന് പിന്നെ വിളക്ക് തേക്കാനും കത്തിക്കാനും അത് കഴിഞ്ഞിട്ട് നാമം ചെല്ലാനും ഒക്കെ അതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. സന്ധ്യയാകുമ്പോൾ പറയാൻ വിളക്ക് കത്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഭയങ്കര ബഹളമൊക്കെയാണ്. അങ്ങനെ നമ്മൾ വിളക്കെല്ലാം ഒരുക്കിയെല്ലാം വെച്ചിട്ട് നമ്മൾ പിന്നെ ചെട്ടുളങ്ങര അമ്പലത്തിലോട്ടാണ് പോയത്. വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. കിളികളുടെയൊക്കെ ഒരു ചിലപ്പും പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയാണത്. എനിക്ക് രാവിലെ ഈ അമ്പലങ്ങളിൽ പോകുന്നതിനേക്കാളും എനിക്ക് കൂടുതലും കൂടെ ഒരു താല്പര്യം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോകാനാണ്. അപ്പോൾ അവിടെ കുറേ നേരം ഇരിക്കാൻ പ്രത്യേക ഇഷ്ടമാണ്. നമുക്കൊരു മനസ്സിനായാലും കണ്ണിനാണെങ്കിലും ഒരു സന്തോഷം, ഒരു കുളിർമയൊക്കെ കിട്ടും. നമ്മൾ ചെന്ന സമയം ദീപാരാധന സമയമാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ മണ്ടയിലെ ദീപാരാധന കഴിഞ്ഞ് പിന്നെ ഗണപതി അമ്പലത്തിൻ്റെ പൂജയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലാണെങ്കിൽ ജനുവരി 5 മുതൽ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അഷ്ടോത്തരാർച്ചന 14 വരെയാണ് അഷ്ടോത്തരാർച്ചന. പിന്നെ നവഗ്രഹ ഹോമം, അങ്ങനെ വലിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് അമ്പലത്തിൽ നടക്കുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അമ്മയുടെ വീട്ടിലോട്ടായിരുന്നേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കൂട്ടുമാതിക്ക പാലത്തിലൊക്കെ പോയി. ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ ന്യൂ ഇയറൊക്കെ ഒന്ന് ആഘോഷിക്കാൻ എഴുതിയിട്ട് ഞങ്ങൾ പാലത്തിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ പിന്നെയും ചെട്ടുളങ്ങരെ കൊണ്ട് വിട്ടിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ജനുവരി 24 ആകുമ്പോൾ 4ാമത്തെ വർഷം തുടങ്ങുവാണ്. ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഈ വീട്ടിൽ ഇരുന്ന് ന്യൂ ഇയർ ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. മറ്റ് നമ്മുടെ ഓണം ക്രിസ്മസ് ഒക്കെ അതെല്ലാം നമ്മുടെ കൂടിയിരുന്ന് ആഘോഷിക്കും. പക്ഷേ ഈ ഒരു ന്യൂ ഇയറിന് കൂട്ടുകാർ ഇത്രയും നാളും കൂട്ടുകാരായിരുന്നു. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. ആ ഇഷ്ടം പോലുള്ള ആ കൂട്ടുകാരുള്ള ആളുടെ ഇപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കും. പഠിപ്പിച്ച ഒരു വർഷമാണ് ഈ 2025. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ 2025 വളരെ സ്പെഷ്യലായിരുന്നു. ഒക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഇതേപോലെ ഹാപ്പി ആയിരിക്കും എപ്പോഴും.